Good morning all. അനീസ മാം സ്റ്റാർട്ട് ചെയ്തോളൂ ട്ടാ. ഓക്കെ, ഞാൻ ഓഡിയബിൾ ആണല്ലോ അല്ലേ? യെസ്, കേൾക്കുന്നുണ്ടോ പറയുന്നത്? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഓ, ഗുഡ് മോർണിംഗ്. ഇത്രയും രാവിലെ എണീറ്റ് ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് നിങ്ങളെ എന്ത് പറയണം? എനിക്ക് സന്തോഷം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. നമുക്ക് വേണ്ടിയിട്ട് ടൈം മാനേജ്മെന്റ് എന്നൊരു നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ടൈമിനെ മാനേജ് ചെയ്ത് എണീറ്റ് വന്ന നിങ്ങളോട് ആദ്യമായിട്ട് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. അല്ലേ? അപ്പോൾ എങ്ങനെ വേണം നമുക്കിതൊരു ഗൗരവത്തിലൊരു ക്ലാസ് ആയിട്ട് പോകണോ, അതോ നമ്മൾ ഇങ്ങനെ സംസാരിച്ച് തമാശകളൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഒരു രീതിയിൽ പോകണം? എങ്ങനെ വേണം നിങ്ങൾ പറയും? ഒരു ക്ലാസ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടം സർ. ക്ലാസ് ആയിട്ട് വേണം. അതെ, ഓക്കെ, എന്നങ്ങനെ പോകാം അല്ലേ? പക്ഷെ ക്ലാസ് ആയിട്ട് പോകുമ്പോൾ അതിന്റെ രീതി പറഞ്ഞാൽ അങ്ങനെ ഒരാൾ സംസാരിക്കുക മറ്റുള്ളവരൊക്കെ കേട്ടിരിക്കുമ്പോൾ അതൊരു ബോറിംഗ് ആവൂലേ? അപ്പൊ നിങ്ങളും എന്റെ കൂടെ കുറച്ചൊക്കെ വരണം. ഒരാള് ക്ലാസ് എടുക്കാൻ മറ്റുള്ളവര് കേട്ടിരിക്കാനുള്ളത് മാത്രമല്ല, നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഇന്ററാക്ട് ചെയ്യാം. അല്ലാതെ വെറും തമാശ മാത്രാവണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തമാശ എന്ന നിലക്കല്ല, നമുക്ക് പരസ്പരം അങ്ങനെ ഒരു ഇതായിട്ട് പോവാം അല്ലെ? അങ്ങനെ ചെയ്യാം. ഇന്ററാക്റ്റീവ് ആയിട്ട് പോകാനായിരിക്കും മാം ഉദ്ദേശിച്ചത്. അതെ അതെ, ഓക്കെ. അപ്പോ ടൈം മാനേജ്മെന്റ് അല്ലെ, നമ്മള് പല സമയത്തും പല ക്ലാസ്സുകളൊക്കെ ഇതിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും. ടൈം മാനേജ്മെന്റ്, എങ്ങനെയൊക്കെ ടൈം ചെലവാക്കുക, എവിടേക്കാണ് നമ്മുടെ ടൈം പോകുന്നത് എന്നൊക്കെ അല്ലെ? അതുകൊണ്ട് നമുക്ക് ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെ? എന്താണ് അത്? നമ്മുടെ സെൽഫിനെ, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും, അങ്ങനെ നമുക്ക് തന്നെ നമ്മളെ ലൈഫിൽ നമുക്കൊരു എന്താ പറയാ ഒരു പുരോഗമനം കൊണ്ടുവരുത്താനൊക്കെ നമ്മൾ ടൈം ബാലൻസ് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ ഈ ടൈം മാനേജ്മെന്റിന് എന്തൊക്കെ വേണം? അതൊരു ബിസിനസ് മേഖലയാണെങ്കിലോ, അതല്ല വിദ്യാഭ്യാസമാണ്, കുട്ടികൾ ആണെങ്കിൽ വിദ്യാഭ്യാസ മേഖല, ഇനിയിപ്പോ ഈവൻ ഒരു വീട്ടമ്മയാണെങ്കിൽ ആ വീടിനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിലും നമുക്കൊരു ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ അവിടെ നമ്മൾ തോറ്റു പോവുകയാണ്. സ്ട്രെസ്സുകൾ അടിച്ചിട്ട് നമ്മുടെ ജീവിതം ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്, ഒന്നിനും ടൈമില്ലാതെ എല്ലാം പെട്ടെന്ന് തീർത്ത് ഒന്നിനും എത്തൂല, എവിടെയും എല്ലാം എത്തിക്കും വേണം എന്നൊരു അവസ്ഥയിൽ, ആകെ കൂടെ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ. അപ്പൊ ഈ ടൈം മാനേജ്മെന്റ് നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു വളരെയധികം നമ്മൾ സ്ട്രെസ്സുകളെ കുറയ്ക്കാം. കാരണം അത് നമ്മളൊരു ചെയ്യേണ്ട ജോലി അപ്പൊ തീർത്തിരിക്കും അല്ലെ? അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സ്ട്രെസ്സുകൾ കുറവായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് ടൈം മാനേജ്മെന്റിന്. പക്ഷെ ഇതിന് എന്ത് വേണം? ആദ്യം നമ്മൾ മനസ്സ് വെക്കണം. ആ മനസ്സ് വെച്ചിട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനും മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പൊ ഇതിന് കുറച്ച് ടെക്നിക്സ്, കുറച്ച് പോയിന്റുകളായിട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞു പോയാല് നമുക്ക് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് തന്നെ നോക്കാം. പറ്റാത്ത കാര്യങ്ങളൊന്നല്ല, ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ആ പോയിന്റിലോട്ട് കിടക്കാം. അതിന് ഒരു 6 പോയിന്റാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രിപ്പറേഷൻ അല്ലെ? എല്ലാ കാര്യത്തിനും നമുക്കൊരു തയ്യാറെടുപ്പ് വേണം, ഒരു പ്രിപ്പറേഷൻ. അതില്ലെങ്കിൽ തീർന്നു നമ്മുടെ എല്ലാ കാര്യവും. പിന്നെ രണ്ടാമത്തേത് എന്താണ്? ഒരു പ്രയോറിറ്റേഷൻ വേണം അല്ലെ? എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാര്യങ്ങളും ഒരു പ്രയോറിറ്റൈസ് ചെയ്യണം. ഒന്നാമത് ചെയ്യേണ്ടത്, പിന്നെ ചെയ്യേണ്ടത്, അത് തീർന്നിട്ട് മാറ്റേത്. അങ്ങനെ നമ്മൾ അതിനൊരു അടുക്കും ചിട്ടയും ഒരു ക്രമം വരുത്തണം ജീവിതത്തിൽ. അതുപോലെ അടുത്ത പോയിന്റ് ഓർഗനൈസേഷൻ അല്ലെ? ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെ ഓരോ കാര്യങ്ങളെയും ചിട്ടപ്പെടുത്തിയിട്ട് ഓരോ പ്രവർത്തനങ്ങളെയും നമ്മൾ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാം, ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നാലാമത്തേത് അധികം ആൾക്കാരും ഉള്ള ഒരു സ്വഭാവമാണ്. എന്താണ്? പ്രോകാസ്റ്റിനേഷൻ, മാറ്റി വെക്കുക. ഇന്നിപ്പോ അത് നാളെ ആക്കാം, പിന്നെ ആക്കാം, ഇനി സമയമുണ്ടല്ലോ, അങ്ങനെ നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞിട്ടൊരു മാറ്റി വെക്കൽ.
അത് മിക്ക ആളുകൾക്കും ഉള്ളൊരു സ്വഭാവമാണ്. പിന്നെ അടുത്തത് വൺ ടാസ്ക് അറ്റ് എ ടൈം, ഒരു സമയത്ത് ഒന്നിലധികം പ്രവൃത്തി ഏറ്റെടുക്കുക, ചെയ്യുക, എന്നിട്ട് ഒന്നിലും എത്താതിരിക്കുക. ഇതും ഒരു ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അവസാനത്തെ 6ാമത്തെ പോയിന്റ്, ടു മെനി ഇൻവോൾവ്മെന്റ്, ഒന്നിൽ കൂടുതലധികം ഇൻവോൾവ്മെന്റുകൾ ഏറ്റെടുക്കുക. മേഡം ഹലോ ഹലോ, ആ 6ാമത്തെ പോയിന്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? 6ാമത്തെയോ? ലാസ്റ്റ് വൺ. ടു മെനി ഇൻവോൾവ്മെന്റ്, ഒന്നിൽ കൂടുതലധികം കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആകുക ഒരേ സമയത്ത്. ഒരേ സമയത്ത് എന്നല്ല, നമ്മൾ ഇൻവോൾവ് ആകുക. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നാമത്തത് പ്രിപ്പറേഷൻ, 2 പ്രയോറിറ്റേഷൻ, 3 ഓർഗനൈസേഷൻ, 4 പ്രോകാസ്റ്റിനേഷൻ, 5 വൺ ടാസ്ക് അറ്റ് എ ടൈം, 6 ടു മെനി ഇൻവോൾവ്മെന്റ്. ഈ 5ഉം 6ഉം ഇന്റർറിലേറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അത് ഏകദേശം ഒന്നൊരു ഇതിൽ വരും. എന്നാലും ചെറിയ കാര്യങ്ങൾ നമുക്കൊന്ന് മാറ്റി പറയാൻ നേരം. അപ്പൊ ഇതാണ് നമ്മുടെ 6 പോയിന്റ്. അപ്പൊ നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെ. എന്റെ പേര് അനീസ. ഞാൻ താമസിക്കുന്നത് പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് മേലാറ്റൂർ എന്ന സ്ഥലത്താണ്. എനിക്ക് 3 മക്കള്, ഹസ്ബൻഡ്, അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. ഞാൻ 2 വർഷം മുന്നേ ഒരു മോണ്ടിസോറി ട്രെയിനർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോ ഒന്നുമില്ല, വീട്ടിലെ ഹൗസ് വൈഫായിട്ട് കുട്ടികളെയൊക്കെ കൂടെ അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. അപ്പൊ ഒരു ബോറടി തോന്നിയപ്പോൾ നമ്മളെ വിമ്പിളില് ജോയിൻ ചെയ്തു. ഇപ്പോൾ വിമ്പിളിലെ ഒരു 19th സ്റ്റുഡന്റ് കൂടിയാണ്. അങ്ങനെ ഞാനിപ്പോ നിങ്ങളെ മുന്നിലും എത്തി. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് എന്താണ്? പ്രിപ്പറേഷൻ. അത് പറഞ്ഞത് എന്താണ്? നമ്മളൊരു സ്റ്റാർട്ടിങ് അല്ലെ, തുടക്കം, എന്തിനും നമുക്കൊരു തയ്യാറെടുപ്പ് വേണം അല്ലെ. അതിനൊരു സമയം നമ്മൾ മാറ്റി വെക്കണം. എന്നാലേ ആ ജോലി നമുക്കൊരു കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ചാടി കയറിയിട്ട് ആ ജോലി തീർക്കാം, അത് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിനൊരു എന്താ പറയാ, ഒരു പ്രൊഡക്ടിവിറ്റി കിട്ടൂല അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, അതെന്തിനാണ്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം. അതിന് നമ്മളൊരു കുറച്ച് ടൈം കൊടുക്കണം. അപ്പൊ അതിന് എന്ത് വേണം? ആദ്യം നമ്മൾ ടൈം മാനേജ്മെന്റ് ശ്രമിക്കുകയാണെങ്കിൽ പ്രിപ്പറേഷൻ അല്ലെ. അപ്പോ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എവിടെയാണ് നമ്മളെ ടൈം വേസ്റ്റ് ആയി പോകുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അത് 1-2 ആഴ്ച തന്നെ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ എവിടെ കൊണ്ടായിട്ടാണ് കളയുന്നത്. അത് നമുക്ക് ഉപകാരപ്രദമാണോ അല്ലെ ഉപകാരമല്ലാത്തതോ ആയ ഏത് മേഖലയിലാണ് നമ്മുടെ ടൈം വെറുതെ ചെലവാകുന്നത്, നമുക്കൊരു റിസൾട്ടും ഇല്ലാതെ ചെലവാകുന്നത്, അവിടെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. ചിലപ്പോൾ അത് മിക്കവാറും സോഷ്യൽ മീഡിയ ആയിരിക്കും അല്ലേ. ചിലപ്പോൾ ഒരു അത്യാവശ്യം മെസ്സേജ് നോക്കാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് തുറന്നതായിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ ആ മെസ്സേജ് മാത്രം നോക്കാൻ മറന്നിട്ട് പോയി അത് മിനിറ്റുകളും മണിക്കൂറുകളും അങ്ങനെ നീണ്ടുപോകും. അങ്ങനെ അതുപോലെ ചിലരുടെ കോള് നമ്മൾ അനാവശ്യം എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മളെ അത്രയും നല്ല റിലേറ്റീവ്സ് ബന്ധുക്കളൊക്കെ ആയിരിക്കും. അപ്പൊ കോള് വരുമ്പോ നമ്മൾ എടുക്കും, എന്നിട്ട് അത്യാവശ്യ കാര്യങ്ങൾ 1-2 സംസാരിച്ചിട്ട് പിന്നെ അതങ്ങനെ നീണ്ടു പോകും. 1 മണിക്കൂറായിട്ട് നമ്മൾ 10 മിനിറ്റ് സംസാരിക്കാന്ന് വിചാരിച്ചെടുക്കും, അത് 10, 20, 30 ആയിട്ട് മണിക്കൂറുമായിട്ട് അങ്ങനെ പോകും. നമുക്ക് അപ്പൊ സമയം പോകുന്നത് നമ്മൾ അറിയില്ല. സമയത്തിന്റെ വേഗത അപ്പോഴൊന്നും നമ്മൾ അറിയില്ല. പിന്നെ നോക്കിയിട്ട് ഇത്രയും ഞാൻ സംസാരിച്ചോ, 1/2 മണിക്കൂർ ഞാൻ സംസാരിച്ചോ, 1 മണിക്കൂർ സംസാരിച്ചോ, ഇങ്ങനെ അപ്പോഴേ ഫോൺ വെച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇതുകൊണ്ട് എനിക്കുള്ള ലാഭം എന്താണ്? ഇത് ഒരു കാര്യവുമില്ലാത്ത കോളാണെങ്കിൽ നമ്മൾ പറയാൻ നോക്കൂ, ഞാൻ ഇങ്ങനെ തിരക്കിലാണ്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആവുമ്പോൾ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങള് നമ്മൾ പറയുക. അതിനൊരു
എന്താ പറയാ, നമ്മളൊരു ബന്ധം മുറിക്കലല്ല. നമുക്ക് പറയാം ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്കത് ചെയ്ത് തീർക്കണം, ഞാൻ പിന്നെ ഫ്രീ ആയിട്ട് വിളിക്കാം. എന്നാൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ആ സംസാരം നമ്മൾ അവിടെ നിർത്തിയാൽ നമുക്ക് എത്രയോ ടൈം കിട്ടുകയാണ്, അല്ലെ? ഒരു സെക്കൻഡ്, അങ്ങനെ 60 സെക്കൻഡ് ചേർന്നിട്ട് ഒരു മിനിറ്റ് ആവുന്നു, 60 മിനിറ്റ് ചേർന്ന് ഒരു മണിക്കൂർ ആവുന്നു. ഇങ്ങനെ 24 മണിക്കൂർ പോവാൻ ഒരു പ്രയാസമില്ല. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതുപോലെ കോൾ ചെയ്യുന്നല്ല, പലതും നമ്മളെ പല ഇതിലും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ സമയം ചെലവഴിച്ചുകൂടാ. അപ്പൊ നിങ്ങൾ പറയും നമുക്കൊരു എൻജോയ്മെന്റ് വേണ്ടേ, ഹാപ്പിനെസ് വേണ്ടേ എന്നൊക്കെ. അതിനൊക്കെ നമ്മളെ ടൈമിനെ നമ്മൾ കണ്ടെത്തണം. പക്ഷെ നമുക്ക് ഇതുപോലെ ഒരു ആവശ്യവുമില്ലാതെ ഈ ഫോണിൽ റീൽസുകൾ കണ്ടിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ത്രീകളാണെങ്കിൽ പൊതുവെ അവര് കാണുന്ന വീട്ടമ്മമാർക്കൊക്കെ പ്രത്യേകിച്ച് ഒരു കണ്ട് വീട് വൃത്തിയാക്കുന്ന റീൽസുകളൊക്കെ കണ്ടിരിക്കുക. അപ്പൊ ശരിക്കും അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യുക? ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു വിഡ്ഢികളാണ് നമ്മൾ. അവരുടെ റീൽസ് കണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം കളയും. അവർക്ക് അതെന്താണ്, അവർക്കൊരു വരുമാനമാണ്, മാത്രമല്ല അവരുടെ വീട്, അതിനോടൊപ്പം അവരുടെ ജോലികളൊക്കെ തീർന്ന് അവർ സമയം ലാഭിക്കുന്നുണ്ട്, അവർ ഇതിലൂടെ വരുമാനം കണ്ടെത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കും അങ്ങനെ ആവാം. നമ്മുടെ സമയം ചെലവഴിക്കുന്നത് നമുക്കൊരു ലാഭത്തിന് വേണ്ടിയിട്ട്, നമുക്കൊരു വരുമാനം കണ്ടെത്താൻ, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ലവിന് വേണ്ടിയിട്ട് കണ്ടെത്താനാണെങ്കിൽ അവിടെ നമ്മൾ വിജയിച്ചു. അപ്പോ അങ്ങനെ നമ്മൾ ആദ്യം എന്താണ്, നമ്മുടെ ടൈം എവിടെ ചെലവഴിക്കുന്നു എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെന്താണ്, മാക്സിമം നമ്മൾ ടൂൾസുകൾ ഉപയോഗിക്കാൻ നോക്കുക. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം മൊബൈലിലാവട്ടെ കമ്പ്യൂട്ടറിലാവട്ടെ നമുക്ക് ഒരുപാട് ടൂളുകൾ ഉപയോഗിക്കാം, അല്ലെ? അത് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, അല്ലെ? മൊബൈലിലെ ഇപ്പൊ ഒരു എന്താ പറയുക, ടെക്നിക്കൽ യുഗമാണല്ലോ ഇപ്പോ, അല്ലെ? അല്ലെ? എത്ര ആൾക്കാര് ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്? ടൂളുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പോ ഇൻ കേസ് ചെറിയൊരു ഇത് പറയണമെങ്കിൽ, നമുക്ക് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പോ നമ്മുടെ വോയിസ് മെസ്സേജ് ടൈപ്പ് മെസ്സേജ് ആയി തരുന്നുണ്ട്. അതുപോലെ ഒരു എഴുത്തിന്റെ ഒരു ചിത്രം ഫോട്ടോ എടുത്ത് നമ്മൾ കൊടുത്താൽ അതൊരു ടൈപ്പ് മെസ്സേജ് ആയി തരുന്നത്. അങ്ങനെ ഒരുപാട്, ഇങ്ങനെ അതൊക്കെ ചെറിയത് അല്ലേ, ഒരുപാട് ടൂളുകളുണ്ട്. ഉപയോഗിക്കാറുണ്ടോ നിങ്ങൾ അങ്ങനെ? അതുപോലെ ഇനിയിപ്പോ ഈവൻ അതൊന്നും വേണ്ട, നമ്മള് ഇനിയിപ്പോ സ്ത്രീകളാണെങ്കിൽ, ഇനിയിപ്പോ ഒരു വീട്ടമ്മയാണെങ്കിൽ അല്ലെ, അത് പിന്നെ ഉപയോഗിക്കും. ഇപ്പൊ പണ്ട് നമ്മൾ അരച്ച അമ്മി, കല്ല്, ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു. അന്നൊക്കെ എന്തുമാത്രം ടൈം ചെലവായി പോയിട്ടുണ്ടാവും അതിനൊക്കെ. ഇപ്പൊ മിക്സി, അലക്കാൻ യന്ത്രം, ഇങ്ങനെയുള്ള നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്കും നമുക്ക് ടൂൾസുകൾ ഉപയോഗിക്കാം. അപ്പോ അത് നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കാം. പിന്നെ എന്താണ് വേണ്ടത്, ഈ ടൈം ചെലവാകുന്നത് എവിടെയെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകണം. ജീവിതത്തിൽ ഒരു ഗോൾ ഉണ്ടാകണം. അതുണ്ടെങ്കിൽ അങ്ങോട്ട് പടിപടിയായി കയറി പോകാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അതിന് നമ്മൾ ടൈം കണ്ടെത്തും. ഇല്ല, നമുക്കൊരു ഗോളും ഇല്ല, നമുക്കൊരു സമയവും ഇല്ല, വെറുതെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് നമ്മെ കരുവാക്കും, അവർ നമ്മെ ഉപയോഗിക്കും. അപ്പൊ അവനെ ഏതായാലും വെറുതെ ഇരിക്കല്ലേ, അവന് സമയം ഉണ്ടാവും, അത് അവനെ ഏൽപ്പിച്ചാൽ മതി, അത് അവനെ കൂട്ടി പോയാൽ മതി. ഇങ്ങനെ അതെല്ലാം നമ്മുടെ മേലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ വേണ്ട, ഒരു ഗോൾ സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ ഗോളിൽ ഇപ്പൊ ഈവൻ പറയുകയാണെങ്കിൽ, ഇപ്പോ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നു, അടുത്ത വർഷം ഈ ടൈമിൽ ഇതേ ദിവസം ഞാൻ എന്തായിരിക്കണം, അത് നമ്മുടെ മൈൻഡിൽ നമ്മൾ ഉറപ്പിച്ചു വെക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, എത്ര സമയം ഒരു ദിവസം നമ്മൾ ചെലവഴിക്കണം. ഇപ്പൊ ഇന്ന് ഞാൻ ചെലവഴിച്ചിട്ട് നാളെ ഇന്നത് ചെയ്യണം, മറ്റന്നാൾ ഇന്നത് ചെയ്യണം. അങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ എവിടെ എത്തണം, 6 മാസം കഴിയുമ്പോൾ ഏത് പടിയിലെത്തണം, അങ്ങനെ പോയി ഒരു വർഷത്തെ പടിയിലെത്തണം. അതിന് ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന സമയം എടുത്ത് ചെയ്യണം. അങ്ങനെ നമ്മുടെ ടൈമിനെ സെറ്റ് ചെയ്താൽ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്താനും പറ്റും. നമ്മുടെ ടൈം നമുക്ക് ഒരുപാട് ലാഭിക്കാനും പറ്റും. അപ്പോ നമ്മൾ ദിവസമായിട്ടും മാസമായിട്ടും വർഷമായിട്ടും നമ്മുടെ ടൈമിനെ തരംതിരിച്ച് നമ്മളെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അവിടെ നമുക്ക് വിജയം കാണാൻ പറ്റുമെന്ന കാര്യം തീർച്ചയാണ്. പിന്നെ വരുന്നത് എന്താണ്, പ്രയോറിറ്റേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈമിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രയോറിറ്റേഷൻ, അല്ലെ? ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത് നമ്മൾ ഒരുപാട് പേരുടെ ഒരു മെട്രിക്സ് ഒക്കെ കാണാം, അല്ലെ? ഇമ്പോർട്ടന്റ്, അർജന്റ്, നോട്ട് ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോട്ടെ, അതൊക്കെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും.
അപ്പോ അതിന് നമ്മൾ ഇതുപോലെ അർജന്റ് ആയത്, ഇമ്പോർട്ടന്റ് ആയത് എന്ന് തരംതിരിച്ചിട്ട് ആദ്യം ചെയ്യേണ്ടതിന് ആദ്യം ചെയ്യുക. അപ്പൊ എന്താണ്, ചിലപ്പോ നമ്മൾ പറയും ഒരു 5 or 6 കാര്യങ്ങൾ തന്നെ ഇമ്പോർട്ടന്റ് ഉണ്ടാവും, അപ്പൊ എന്താ ചെയ്യാം. അപ്പൊ അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട 2 or 3 കാര്യം നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യം അപ്പൊ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത പ്രാധാന്യമുള്ള അതിന്റെ പ്രാധാന്യത്തെ തരംതിരിച്ചും അർജന്റിനെ തരംതിരിച്ചും നമ്മുടെ ജോലികൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, നമുക്ക് അതിനുള്ള ഓരോ മിനിറ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും ആ നഷ്ടം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ അടുത്ത് വരുന്നത് എന്താണ്, ഇതിൽ തന്നെ പെട്ട ഒന്നാണ് ടൈം ബ്ലോക്കിംഗ് ചെയ്യുക. നമ്മള് പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളിപ്പോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഒരു മാനേജർ ആണെങ്കിൽ, ഇപ്പൊ ഒരു ബാങ്കിലോ അങ്ങനെയൊക്കെ ഉള്ള ഒരു മാനേജർ ആണെങ്കിൽ, ഇയാൾ വന്ന് ഇങ്ങനെ ഒരു ചിലപ്പോ വല്ല അർജന്റായി വല്ല കോളിലോ അല്ലെങ്കിൽ വല്ല മീറ്റിങ്ങിലോ ഒന്നും വേണ്ട, ഈ വർക്കിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ഒരു സമയത്തിലൊക്കെ ആയിരിക്കും ഒരു സ്റ്റാഫ് ഒരു റെക്കോർഡോ അല്ലെങ്കിൽ അവര് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക, സാറേ ഇതിലൊന്ന് സൈൻ ചെയ്യണം അല്ലെ. അപ്പൊ വരും, അപ്പൊ നമ്മളൊരു പേന എടുത്തു, സൈൻ ചെയ്തു കൊടുത്തു. എന്തായാലും അതിനൊരു 5 മിനിറ്റിലെങ്കിലും ഒരു അര സെക്കൻഡെങ്കിലും, ഒരു മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു അര സെക്കൻഡെങ്കിലും നമ്മൾ അതിന് ചെലവാക്കി. അര സെക്കൻഡ്, 1 സെക്കൻഡ്, 2 സെക്കൻഡ് ഒക്കെ എന്തായാലും വേണ്ടി വരും അതിന് പോയി. പക്ഷെ ആ 1 സെക്കൻഡ് നമ്മുടെ മൈൻഡ് മാറി എന്നാലും പിന്നീട് അതേ ചിന്ത, ആ തോട്ട് നമ്മളെ മനസ്സിലേക്ക് കയറി വരാൻ ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ അവിടെ ചെലവഴിക്കേണ്ടി വരും. അവിടെ ഒരു ബ്ലോക്ക് വന്നു, ഒരു തടസ്സം വന്നു അല്ലെ നമ്മുടെ ചിന്തകൾക്ക്. അതുപോലെ അത്യാവശ്യ സംസാരമാണെങ്കിലും പിന്നീട് ആ നിലയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ കുറച്ച് ടൈം അവിടെ ചെലവായി. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. അതുപോലെ വിസിറ്റേഴ്സ് വന്നാലൊക്കെ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഒരു ടൈം സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓഫീസ് ആണെങ്കിൽ 9 മണിക്ക് ചെന്നു ഒക്കെ ഇരുന്ന് റെഡിയായി ഒരു 9:30 to 10:30 വരെ സ്റ്റാഫ് മീറ്റിംഗ്. ആ സമയത്ത് സ്റ്റാഫിന് വന്ന് മീറ്റ് ചെയ്യാം, അവരുടെ ഡോക്യുമെന്റ്സിലും ഒക്കെ സൈൻ ചെയ്യിക്കാം, എന്താ അവർക്ക് പറയാനുള്ളത് പറയാം, പരാതിയാണെങ്കിൽ എന്താണെങ്കിലും ബോസിനെ പറയാം, അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യിക്കാം. അങ്ങനെ ഒരു മണിക്കൂർ അവർക്ക് മാറ്റിയേക്കാം. പിന്നെ അടുത്ത മണിക്കൂർ വിസിറ്റേഴ്സിന് മാറ്റിയേക്കാം. അപ്പോഴും 2 മണിക്കൂറേ പോകുന്നുള്ളൂ. അങ്ങനെ ബാക്കിയുള്ള കുറച്ച് നല്ല ടൈം നമുക്കായി മാറ്റി വെച്ചാൽ ആ നമ്മുടെ വർക്കിലും നമ്മുടെ മൈൻഡിനും ഒക്കെ അതൊരു ബെനിഫിറ്റ് ആയ ടൈം ആയിരിക്കുമെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് എന്താണ്, ടൈമിനെ നമ്മളെ ബാച്ച് ചെയ്യാം. ടൈം ബാച്ച് അല്ലേ, എന്താണ്, ഒരേ തരത്തിലുള്ളതും ഒരേ സമയം ചെയ്യേണ്ടതും ഒക്കെ ഒരുപാട് ജോലികൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനെ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് പോകണം എന്ന് വെക്കുക, ഓഫീസിന്റെ ആവശ്യത്തിന് തന്നെ. അത് ഇന്ന് പോകേണ്ട ഒരു കാര്യം ഉണ്ടാവും, അടുത്ത ആഴ്ച ചെന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവും, ഒരേ സമയത്ത് തന്നെ ഒരേ ഓഫീസിലൊക്കെ തന്നെ. അപ്പൊ നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ആദ്യം തന്നെ തരംതിരിച്ച് നമ്മൾ എഴുതി എവിടെയെങ്കിലും നോട്ടില്, ബുക്കിലോ ഇനിയിപ്പോ ഫോണിലോ എവിടെയെങ്കിലും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒറ്റ പ്രാവശ്യത്തെ പോക്കിൽ തന്നെ പറ്റുമെങ്കിൽ തീർക്കാം. ഇപ്പോൾ ഈവൻ നമ്മളൊരു എന്തെങ്കിലും ലെറ്ററോ കൊറിയറോ എന്തായാലും അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോകണമെന്നിരിക്കുക, അല്ലെങ്കിൽ ബാങ്കിൽ പോകണമെന്നിരിക്കട്ടെ. അപ്പോ ആ സമയത്ത് ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും പറ്റുമെന്ന് നോക്കിയിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്യാൻ നോക്കുക. പക്ഷെ അപ്പോഴും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ, എന്ത് വേണം, അർജന്റ് ഇമ്പോർട്ടന്റില് ഈ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഇടയിൽ മറക്കാനും പാടില്ല. അപ്പൊ അങ്ങനെ ചെയ്താൽ നമുക്ക് പല സ്ഥലങ്ങളിലേക്കുള്ള, ഒരേ സ്ഥലത്തേക്കുള്ള പല യാത്രകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ വേണ്ടത് എന്താണ്, നമുക്ക് ഓർഗനൈസേഷൻ അല്ലെ. അതാണ് അധികം ആൾക്കാരും വിട്ടുപോകുന്ന ഒരു സാധനം. ഒന്നിനും ഒരു ഓർഗനൈസേഷൻ, ഒരു ക്രമം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളൊരു ഇരിക്കുകയാണെങ്കിൽ നമ്മളെ മേശപ്പുറത്ത് ഒരു എഴുതാനോ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു പേന വെക്കാൻ ഒരു സ്റ്റാൻഡ്, നമ്മുടെ പുസ്തകങ്ങൾ ഇങ്ങെടുത്ത്, ഇനിയിപ്പോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ പുസ്തകം, പേന, പെൻസിൽ, റബ്ബർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കൈ എത്തി എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കണം. അല്ലെങ്കിൽ എന്താ, പെൻസിൽ മറ്റേ മേശപ്പുറത്താണെങ്കിൽ പുസ്തകം മറ്റൊരു സ്ഥലത്താണെങ്കിൽ, ഇതിപ്പോ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും മക്കൾ പഠിക്കുകയാണെങ്കിലും എല്ലാം ഇത് തന്നെയാണ് അവസ്ഥ അല്ലെ. സാധനങ്ങൾ തിരഞ്ഞിട്ടാണ് പലരുടെയും ടൈം വേസ്റ്റ് ആവുന്നത്, കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ലാതെ. ഇനിയിപ്പോ നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ആ വീട്ടിൽ 2 കുട്ടികളും
സ്കൂളിൽ പോകാനുണ്ടെങ്കിൽ, ഭർത്താവും ജോലിക്ക് പോകുന്ന ഒരാളാണെന്നെങ്കിൽ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും രാവിലെ. അപ്പോ ഒരു കാലക്കുന്ന മക്കള് അമ്മേ ചീർപ്പ് എവിടെ, മറ്റേ എവിടെ, ഷൂ എവിടെ, ബുക്ക് എവിടെ, അത് ചോദിച്ചിട്ട് മക്കളുടെ ഒരു കഥ. ഹസ്ബൻഡ് ആണെങ്കിൽ എന്റെ സോക്സ് എവിടെ, വണ്ടിയുടെ കീ എവിടെ, അതെവിടെ, ഇതെവിടെ വെച്ചിട്ട് അവര്. അതിന്റെ ഇടയിൽ നമ്മൾക്കാണെങ്കിൽ ഭക്ഷണം റെഡിയാക്കണം, മറ്റുള്ള കാര്യങ്ങൾ, അവർക്കുള്ള ലഞ്ച് റെഡിയാക്കണം, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത സാധനം അതേ സമയത്ത് വെക്കുന്ന ശീലം നമ്മൾ ഉണ്ടാക്കുക. ഇങ്ങനെ ആക്കിയാൽ നമുക്ക് ഒരു സാധനവും തപ്പി സമയം കളയേണ്ടി വരില്ല. അപ്പൊ അത് മക്കൾക്ക് പഠിപ്പിക്കുക. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവരോടൊക്കെ പറയുക, ആരെന്ത് സാധനം എടുത്താലും അത് അവിടെ വെക്കുക. തീരെ കുഞ്ഞുങ്ങളല്ലേ, അവര് അത് എടുക്കൂല, നമ്മൾ എടുത്തിട്ട് അവരെ ശീലിപ്പിക്കുകയുള്ളൂ. അപ്പോ എടുക്കുന്ന സാധനങ്ങൾ അവിടെ അതേ സമയത്ത് വെക്കാൻ പറയുക. പിന്നെ എന്താണ്, ആവശ്യമില്ലാത്തവ നമുക്ക് ഒഴിവാക്കാം. അടുത്തത് വേണ്ടത് അല്ലേ, ഇപ്പൊ ഒരാള് നമ്മളോട് മക്കളാരെങ്കിലും എന്തെങ്കിലും സൈൻ ചെയ്യാൻ വരികയാണ് നമ്മളെ അടുത്തേക്ക്. അപ്പൊ നമ്മളൊന്ന് തുറന്നു നോക്കി, ഒരു പേന സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് സൈൻ ചെയ്ത് നോക്കുമ്പോൾ അത് തെളിയുന്നില്ല, അത് ഒഴിവാക്കി. അടുത്തതൊന്നും എടുത്തു, അതും തെളിയുന്നില്ല, അത് വെച്ച് മറ്റതും, ചിലപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ഒരു പേനയായിരിക്കും നമുക്ക് തെളിയുന്നത് കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇനി അതുകൊണ്ട് ഒരു ഉപകാരമില്ല എന്ന സാധനമാണെങ്കിൽ അത് വീട്ടിനകത്ത് വേണ്ട, അത് അപ്പോൾ തന്നെ നമ്മൾ ഒഴിവാക്കാൻ നോക്കുക. പക്ഷെ ഒഴിവാക്കിയാൽ മാത്രം പോരാ, നമ്മൾ ഒഴിവാക്കുന്ന സ്ഥാനത്ത് നമ്മൾ അപ്ഡേഷൻ വരുത്തണം. നമ്മൾ ഉപയോഗമുള്ള അതേ സാധനം നമ്മൾ തിരിച്ചു വെക്കണം. അല്ലെ അടുത്ത സമയം നമ്മളത് മറന്നു പോകും. പിന്നെ നമ്മളൊരു അത്യാവശ്യ സമയത്തായിരിക്കും അത് തിരയുക. അപ്പൊ നമ്മൾ അത് തിരഞ്ഞുകൊണ്ട് പേനയുടെ കുട്ടികളെ ബാഗ് വലിച്ചിട്ടു, മേശ വലിച്ചിട്ടു, അങ്ങനെ ആ വലിച്ചിടലില് ഈ സാധനം മാത്രമല്ല പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമം തെറ്റുന്നുണ്ട്. പിന്നെ അതൊക്കെ നമുക്ക് ചിട്ടായി വെക്കാനും പലതിനും നമുക്ക് സമയം വേസ്റ്റ് ആയി പോവാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ എന്താണ്, ഉപയോഗത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഓരോ സെറ്റായി വെക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമ്മളെ വീട്ടില് അധികം കൂടി പോയാൽ ഒരു 4-5 പേര് അല്ലെ, 2 മക്കളും ഭാര്യയും ഭർത്താവും ആണെങ്കിൽ 5 പേര്. ഇവരുടെ പല റിപ്പോർട്ടുകൾ ഉണ്ടാവും. ഇപ്പൊ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടാവും. അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ, പാൻ കാർഡ്, ഇങ്ങനെ പോലുള്ള പല കാര്യങ്ങളും നമുക്ക് സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം കൂടി ഒരു കവറിലോ ബോക്സിലോ ഇട്ടിട്ട് അങ്ങോട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ അത് എടുത്ത് നോക്കിയാൽ എന്തായാലും ഒരു അരമണിക്കൂർ എല്ലാം കൂടി മറിച്ച് നോക്കുമ്പോൾ അരമണിക്കൂർ ഉറപ്പാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ ശരിക്കും ഒരു ചെറിയ ഫയൽ കിട്ടും, ഒരു 20-25 രൂപ കൊടുത്താൽ നമുക്കൊരു ഫയൽ കിട്ടും. അങ്ങനെയുള്ള എത്ര പേരാണ് നമ്മളെ വീട്ടിലുള്ളത്, അത്രയും ഒരു ഫയൽ വാങ്ങിയിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങളും ഓരോ ഫയലിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അങ്ങനെ സൂക്ഷിച്ചു വെച്ചാല് നമുക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും അത് കിട്ടും. അതുപോലെ ഓരോന്നിലും ഇനിയിപ്പോ വേറെ തരം തിരിച്ചു വെക്കാനുണ്ടെങ്കിൽ ഇപ്പൊ മെഡിക്കൽ റിപ്പോർട്ട്, അതുപോലെ വീടിന്റെ രേഖകൾ, ആധാരങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത്, ഓഫീസിന്റെ നമ്മൾ വർക്ക് ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ ഒന്നില്ല, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു സ്റ്റിക്കറൊക്കെ എഴുതി ഒട്ടിച്ച് അതുമ്പോ ഇന്ന സാധനമാണെന്ന് ഇപ്പോ ആധാരങ്ങൾ എഴുതി വെച്ചാൽ എന്ത് സുഖമായിരിക്കും. എന്തെങ്കിലും വല്ല കണക്കെടുപ്പിനോ പഞ്ചായത്തിൽ നിന്നൊക്കെ ഒരാൾ വന്നിട്ട് നമ്മളെ ആധാർ നമ്പർ ചോദിക്കുക, പെട്ടെന്ന് നമുക്കത് ഓർത്ത് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ അത് തെരഞ്ഞ് കിട്ടാനുള്ള ഒരു പാട്, ഇയാളെ എത്ര സമയം ചിലപ്പോൾ നമ്മൾ അവിടെ മെനക്കെടുത്തേണ്ടി വരും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെ അമ്മമാരാണ്, സ്ത്രീകളാണ്. അവർക്ക് ഇതിനൊരു അടുക്കും ചിട്ടയുണ്ടെങ്കിൽ ആ വീട്ടിലെ ഒരു സാധനങ്ങളും തെരഞ്ഞിട്ട് നമ്മൾ സമയം വേസ്റ്റ് ആക്കേണ്ടി വരില്ല. അപ്പോ ഇത് ഡോക്യുമെന്റ്സ്, ഈ കാര്യങ്ങൾ മാത്രമല്ല, എല്ലാം നമ്മൾ അടുക്കളയിലാണെങ്കിലും കത്തി, സ്പൂണ്, പാത്രം, ഗ്ലാസ് എല്ലാം എടുത്ത അതേ സമയത്ത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ അതേ സ്ഥലത്ത് നമ്മൾ അത് തിരിച്ചു വെക്കുക. ഈ ശീലം നമ്മൾ ശീലിക്കുന്നതോടൊപ്പം വേണം നമ്മളെ മക്കളെയും പഠിപ്പിക്കാൻ. പിന്നെ പറയുന്നതാണ് നമ്മള് പ്രോകാസ്റ്റിനേഷൻ അല്ലെ, മാറ്റിവെക്കൽ. മാറ്റിവെക്കല് എന്റെ ഒരു സ്വഭാവത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് മാറ്റിവെക്കൽ, നിങ്ങൾ ചെയ്തിരുന്നോ? മാറ്റി വെക്കുന്നുണ്ട്. പ്രോക്രാസ്റ്റിനേഷൻ വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് ട്രൈ ചെയ്താലും നമ്മൾ മാറ്റി വെച്ച് പോകും, പിന്നെ അത് ഓവർലോഡ് ആവുന്നുണ്ട്. പിന്നെ അത് നമ്മൾ മറന്നു പോകും ചിലത്. പിന്നെ ആ സമയത്ത് ഓർത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാതെ പോയിട്ട് വലിയ പ്രശ്നം വരുന്നതൊക്കെ ഉണ്ട്. അത് നമ്മളെ കരിയറിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതെന്തായാലും നമ്മളെ ജീവിതത്തിൽ മാറ്റി വെക്കണം. എന്തുകൊണ്ടാണിത്?
എനിക്ക് ഇത് നമ്മൾ ഈ മാറ്റിവെക്കൽ വരുന്നത് നമുക്കിങ്ങനെ തോന്നുകയാണ്, ഒരു മടി. അത് എന്നെ കൊണ്ട് പറ്റുമോ, ഞാൻ ചെയ്താൽ ശരിയാവോ, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം, ഒന്നും ചെയ്യാം, ഇന്നിപ്പോ അങ്ങനെ പോട്ടെ, നാളെ ചെയ്യാം. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന, നമ്മളെ കൊണ്ട് കഴിയുന്നതല്ലേ നമ്മൾ ഏറ്റെടുക്കുള്ളൂ. അപ്പൊ അത് നമ്മൾ മാറ്റി വെക്കരുത്. നമ്മൾ ചെയ്യാനുള്ളത് അപ്പൊ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൽ പരാജയപ്പെടും. അത് നമ്മൾ ആ സമയത്തിനനുസരിച്ച് മാറ്റി അതൊരു ടാസ്ക് ആയി ഏറ്റെടുക്കുക. എന്നോട് ഏൽപ്പിച്ച ജോലി ഞാൻ അത് ഇന്ന സമയത്ത് തീർക്കും എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ എന്തായാലും ചെയ്യാം. അതുപോലെ നമുക്കൊരു വലിയ ജോലിയാണ് ചെയ്യാനുള്ളത്, ഒരു വലിയ കാര്യമാണ്, നമ്മളെ മനസ്സപ്പം ഇങ്ങനെ പറയാം, ഇത് ചെയ്താൽ എനിക്ക് പറ്റുമോ, എന്നെ കൊണ്ട് കഴിയോ. അപ്പോ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ മുറിച്ച് ചെയ്യണം. ഇപ്പൊ നമ്മളൊരു വീടോ ഒരു കെട്ടിടോ സ്കൂളോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആദ്യമേ പോയിട്ട് നമ്മൾ അതിന്റെ കോൺക്രീറ്റ് ചെയ്ത് ടൈലും മാർബിളും ഒന്നും ഒട്ടിച്ച് വെക്കൂലല്ലോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അതിനുള്ള സ്ഥലം കണ്ടെത്തും, അതൊക്കെ JCB മറ്റൊക്കെ കൊടുത്ത് നിരത്തി അതിനകത്ത് തറക്കുള്ള ഫൗണ്ടേഷൻ ഒക്കെ കീറി, അങ്ങനെയല്ലേ നമ്മൾ അതിൽ തറയും ചുമരും ഒക്കെ ആയിട്ട് കെട്ടിപ്പൊക്കി ലാസ്റ്റ് ആണ് നമ്മൾ അതിന്റെ ഫ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് പെയിന്റ് ഒക്കെ അടിച്ചിടുന്നത്. അപ്പൊ അതുപോലെയാണ് നമ്മുടെ വർക്കുകളും. നമ്മൾ ഓടിച്ചെന്ന് അത് ഒറ്റ സമയത്ത് തന്നെ ചെയ്ത് തീർക്കണമെന്നില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഇന്ന് ചെയ്യുക, ഇന്ന് കഴിയുന്നത് ഇന്ന് ചെയ്യുക, പിന്നെ നാളെ ചെയ്യുക. പക്ഷെ അതെന്താണ്, ഇന്ന് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നാളെ അത് ഇട്ട് പോവരുത്, അത് ചെയ്യണം, തുടർച്ച വേണം, എങ്കിലേ ആ കാര്യം നടക്കുള്ളൂ. അതുപോലെ ഒരു കിണറ്, ഒരാൾ ആദ്യം തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു കിണറാവൂല അല്ലെ, അതും ഓരോ അടിയും കുഴിച്ച് താഴെ പോണം. അപ്പോൾ ഇങ്ങനെ ഒരു വിചാരം, ഒരു ശീലം നമ്മൾ ജീവിതത്തിൽ എടുത്താൽ അതെന്തായാലും നമ്മുടെ ജീവിതത്തിൽ 100% പെർഫെക്റ്റ് ആവും. അത് ചെയ്തു നോക്കും. പിന്നെന്താ വേണ്ടത്, നമ്മൾ എന്തെങ്കിലും കാര്യം നമുക്ക് പറ്റൂല എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെച്ച ഒരു കാര്യം നമ്മൾ ചെയ്തു, അത് വിജയിച്ചു വന്നിരിക്കട്ടെ, അപ്പൊ നമുക്കൊരു സെൽഫ് അപ്രീസിയേഷൻ ഒക്കെ കൊടുക്കുക. ആ, ഞാനൊരു സംഭവമാണ് കേട്ടോ, ഞാനത് ചെയ്തല്ലോ അല്ലെ. ഒന്നും വേണ്ട, എന്നിട്ട് ഇനി കടയിൽ പോകാൻ പറ്റില്ലെങ്കിൽ നല്ലൊരു പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ലൊരു കോഫിയെങ്കിലും ഉണ്ടാക്കി കുടിക്കുക. എനിക്ക് എന്റെ ചെലവാണ് കേട്ടോ എന്നും പറഞ്ഞിട്ട് കുടിക്കുക. അത് നമുക്ക് നമ്മുടെ മനസ്സിനൊരു സന്തോഷം തരും. എന്താണ്, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ, അപ്പൊ ഞാൻ ഇനിയും ചെയ്യും, എനിക്കിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അപ്പോ അതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെന്താണ്, ഫോക്കസ് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു ജോലി ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ മനുഷ്യരാണ്, നമ്മളെ മൈൻഡിന് അതിനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. പല സമയത്ത് പല ജോലികൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈവൻ ഉദാഹരണത്തിന് മനുഷ്യർ നമ്മളെ കമ്പ്യൂട്ടറിലാണെങ്കിലും ഫോണിലാണെങ്കിലും ഒക്കെ നോക്കും, ഒരേ സമയത്ത് പല കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ അതിന്റെ സ്പീഡ് കുറയും അല്ലെ, അത് ഹാങ് ആവാൻ തുടങ്ങും. അങ്ങനെ അപ്പൊ അത് വേണ്ട, ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുക, അത് ഏറ്റവും പെർഫെക്ഷനോട് കൂടി ചെയ്യുക, എന്നാൽ അതിന്റെ അവസാനം നല്ലൊരു ഫലം നമുക്ക് ലഭിക്കും. പക്ഷെ ഇത് ഏറ്റവും ഇത് പോകുന്നത് വീട്ടമ്മമാരിലാണ് അല്ലെ. പല കാര്യങ്ങളും പല സമയത്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ മോട്ടിവേറ്റർമാർ നമ്മളെ പിടിച്ച് പൊക്കി മേലെ കൊണ്ടുവെക്കും. അവർ പറയും, അമ്മ ദോശ ചുടും, ആ സമയത്ത് മോനെ ഉറക്കുന്ന് വിളിക്കും, ഇപ്പുറത്ത് മറ്റേയാളെ ഹോംവർക്ക് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കും, മറ്റേടത്ത് ചിക്കൻ കറി വെക്കുന്നുണ്ടാവും, ഇവിടെ ചപ്പാത്തി വരെ, ഇതൊക്കെ ഒരു അമ്മക്ക് ഒരേ സമയം ചെയ്യാൻ കഴിയും, അതാണ് സ്ത്രീകളുടെ മൈൻഡ് എന്ന് പറഞ്ഞ് നമ്മളെ പൊക്കി പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ടൈം വേസ്റ്റ് ആകുകയാണ് ചെയ്യുന്നത്. ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് അത് അതിന്റെ ഏറ്റവും നല്ല കാര്യത്തിൽ നല്ല വൃത്തിയിൽ ചെയ്തു വെച്ചിട്ട് അടുത്ത വർക്ക് നമ്മൾ തുടങ്ങും. അല്ലെങ്കിൽ അതുമില്ല ഇതുമില്ല എന്ന പോലെ ആകെ കൂടി അവിയൽ വരവിധത്തിൽ നമ്മുടെ ജോലികളൊക്കെ സെറ്റായി പോകും. അപ്പോൾ അത് വേണ്ട, നമ്മൾ ഒരു ടൈമിൽ ഒരു ജോലി മാത്രം ചെയ്യുകയില്ല അല്ലെ. അപ്പൊ എന്താണ്, ഇത് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ചെയ്യാം. അതുപോലെ ഇനിയിപ്പോ നമ്മൾ ടൈം വേസ്റ്റിനല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വരുത്താനാണെങ്കിലും ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന വീട്ടിലെത്തിയ പിന്നെ നമ്മളെ വീടാണ്, അവിടെ ഓഫീസ് വേണ്ട, അവിടെ നമ്മളെ മക്കളാണ്, നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ മാതാപിതാക്കളാണ്. അപ്പൊ നമ്മുടെ വീട്, അതിന്റെ അന്തരീക്ഷം അവിടെ അപ്പോൾ ഓഫീസിലെ മെയിൽ തുറന്നു നോക്കുക, അതിന് സമയം കളയുക. അങ്ങനെ സമയം കളയുക, അതിനോട് എനിക്ക് താല്പര്യമില്ല. അത്യാവശ്യം ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ അത് വേഗം ചെയ്ത് തീർത്തിട്ട് പിന്നീട് മാറ്റി വെക്കുക ഫോണുകളൊക്കെ. എന്നിട്ട് ആ വീട്ടിനകത്ത് കുടുംബത്തോടും പാരൻസിനോടും കുട്ടികളോടും ഒക്കെ ചെലവഴിക്കാനുള്ള ഒരു ടൈം കണ്ടെത്തുക. ഇതും നമ്മുടെ
ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ എന്തിനേക്കാളും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കുടുംബത്തിനോടൊപ്പം ചെലവഴിക്കാൻ ടൈം കണ്ടെത്തുക എന്ന കാര്യം. ഏത് വല്ല ആളാണെങ്കിലും നമ്മൾ ടൈം കണ്ടെത്തിയേ തീരും. ഓഫീസിലെ കാര്യം, വീട്ടിലെ കാര്യം. ഇനി ഓഫീസിൽ ചെന്നിട്ട് വീട്ടിലെ കാര്യം ചിന്തിച്ചിരുന്ന് അവിടെ ടൈമുകൾ നമ്മുടെ ജോലിയൊന്നും നടക്കാത്ത അവസ്ഥ, അതും വരാൻ പാടില്ല. ഓഫീസിലെത്തിയല്ലേ ഓഫീസിലെ കാര്യം, വീട്ടിലെത്തിയ വീട്ടിലെ കാര്യം. അതുപോലെ നമ്മൾ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ബെഡ്റൂമിൽ നമ്മളെ അടുക്കളയിൽ ഇല്ലായ്മയും വല്ലായ്മയും പറയണ്ട. നമ്മുടെ സാമ്പത്തിക നയം അടുക്കളയിൽ വേണ്ട. അവിടെ നമ്മളൊന്ന് റൊമാൻറ്റിക് ആവുക. അല്ലെങ്കിൽ ഓരോ റൂമിനും ഓരോ പ്രത്യേക പേര് പറയേണ്ട ആവശ്യമില്ല. ബെഡ്റൂമിന് ബെഡ്റൂം എന്നും, ഡ്രോയിങ് റൂമിന് ഡ്രോയിങ് എന്നും, ബാത്റൂം എന്നും ഡൈനിങ് ഹാളെന്നും നമ്മൾ വേർതിരിക്കേണ്ട ആവശ്യമില്ല. ആകെ ഒന്നിച്ചൊരു ഹാള് കെട്ടിയാൽ മതി. ഈ റൂമും അതിനൊക്കെ കല്ലും മണ്ണും സിമെന്റും ഒന്നും ചെലവഴിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളൊക്കെ ഉറങ്ങിയോ? ഇല്ല, നല്ലൊരു കാര്യം നിങ്ങൾ പറഞ്ഞത്. ഒരു അറിവ് തന്നെയാണ്. കാരണം ഓഫീസിലെ വീട്ടിലെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. പക്ഷെ ഈ വീട്ടിൽ ഓരോ റൂമിലും ആ റൂമിൽ എന്നുള്ളത് വളരെ നല്ലൊരു പോയിന്റാണ്. അത് നമ്മൾ ചെയ്യാം. അല്ലെങ്കിൽ അതിന് ആ റൂമിന് അതിന്റെ പേര് വേണ്ട. നമുക്ക് ഒന്നിച്ചൊരു ഹാള് അത് മതി. ബാത്റൂമിലെ കാര്യം ബാത്റൂമിൽ പോയി നമ്മൾ കിടന്നുറങ്ങും ഇല്ലല്ലോ. അതുപോലെയാണ് ഈ ബെഡ്റൂമിലും എവിടെയാണെങ്കിലും. ഇപ്പോ ഡിന്നർ ആണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റുള്ള കാര്യങ്ങളും അപ്പൊ നമുക്ക് സന്തോഷത്തിൽ ആ ഭക്ഷണത്തിന്റെ മേന്മ, അതുണ്ടാക്കിയ അമ്മയുടെ കൈപുണ്യം, കൊണ്ടുവന്ന അച്ഛന്റെ ആ നല്ല മനസ്സ്, അത് കിട്ടാൻ നമുക്ക് തുണ നൽകിയ ദൈവത്തിനോടുള്ള സ്തുതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ ചെയ്യാം. പിന്നെ ലാസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ ടു മെനി ഇൻവോൾവ്മെന്റ് അല്ലെ? ലോങ് ഏറ്റെടുക്കും, എന്നാലോ ഒന്നോട്ട് നമുക്ക് മുഴുവനാക്കാനും പറ്റില്ല. പറയാ എന്തിനാ അപ്പൊ ഇതൊക്കെ ഏറ്റെടുത്തെന്ന് വെച്ചാൽ എങ്ങനെയാ അവനവരുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറയാം എനിക്ക് പറ്റില്ല എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഏറ്റെടുത്ത് പോയി, ഇനി എന്താ ചെയ്യാം അല്ലെ? അപ്പൊ അങ്ങനെ നിൽക്കേണ്ട. ആർക്കും ഈ കാലത്ത് ആരോടും അങ്ങനെ ഒരു സഹതാപമൊന്നുമില്ല. പിന്നെ എന്തിനാ നമ്മളത്ര സഹതാപം? നമ്മൾ ആരെയും ഉപദ്രവിക്കേണ്ട, നമ്മൾ ആരുടെയും അവരറിയാതെയും മോഷ്ടിക്കാനൊന്നും പോവേണ്ട. അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഈ പറ്റാത്ത കാര്യം നമ്മുടെ ഒരു സിമ്പതിക്ക് വേണ്ടി നമ്മൾ ഏറ്റെടുക്കണ്ട. നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ നമ്മൾ അത് ഏറ്റെടുക്കുക. കഴിയില്ലെങ്കിൽ വേണ്ട എന്ന് പറയും. നോ പറയേണ്ടിടത്ത് നോ പറയാൻ നമ്മൾ പഠിച്ചേ പറ്റും. അപ്പോ ഒരു ലോകത്തൊരു 80% ആൾക്കാരും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവരെ കൊണ്ട് കഴിയുന്നത് ഏറ്റെടുക്കും. അതുപോലെ അവരുടെ ടൈം മാനേജ്മെന്റ് ചെയ്തിട്ട് അവർ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിലേ അവരെ വിജയിച്ചിട്ടുള്ളൂ. നമ്മുടെ സമയം ഒരുപാട് നീണ്ടു പോയിട്ടുണ്ട്. എനിക്ക് ഞാൻ ഉദാഹരണത്തിന് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു തന്നിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. പേര് ഞാൻ മറന്നു പോയിട്ടോ. എന്തായാലും പേരിലേക്ക് വലിയ കാര്യമില്ലല്ലോ അല്ലെ? ഒരു വലിയ ഒരു ആളാണ്, ഒരു ഉന്നത പദവി വഹിക്കുന്ന ബിൽ ഗേറ്റ്സ് പോലെ ആരാണോ, അയാളെ കയ്യിൽ നിന്ന് എന്താണെങ്കിലും ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന്, ഓഫീസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 5 നില താഴേക്ക് 1,00,000 കോയിൻസുകൾ വീണ് പോയിന്നാണ്. അപ്പൊ ഇയാൾ താഴേക്ക് നോക്കുമ്പോ അങ്ങനെ ഒന്നിച്ച് പരന്ന് കിടക്കുന്നുണ്ട്. അതൊക്കെ കൂടി പെറുക്കി എടുക്കണമെങ്കിൽ അയാൾക്ക് എന്തായാലും കുറച്ച് സമയം, 1 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അപ്പൊ അയാള് അത് പെറുക്കാൻ നിൽക്കാതെ വീണ്ടും അയാളുടെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ പോയിട്ട് ജോലി ആരംഭിക്കുക. അപ്പൊ ഇത് കണ്ട മറ്റേ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഭ്രാന്താണ്? അത്രയും കാശ് അവിടെ താഴെ വീണിട്ട് അത് പെറുക്കിയെടുക്കാൻ നിൽക്കാതെ നിങ്ങൾ എന്താണ് ഈ കമ്പ്യൂട്ടറിൽ കുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അത് 1,00,000 രൂപയാണ്. നാണയങ്ങളാണെങ്കിൽ 1,00,000 രൂപയുണ്ട്, ശരിയാണ്. പക്ഷെ ആ 1,00,000 പെറുക്കിയെടുക്കാൻ എൻ്റെ 1 മണിക്കൂർ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യണം. ആ 1 മണിക്കൂർ ഞാൻ ഇവിടെ വർക്ക് ചെയ്താൽ എനിക്ക് അതുകൊണ്ട് ഒരു 4,00,000 രൂപ വീണ്ടും ഇവിടെ ലാഭിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഓഫീസിനും ഒരു 4,00,000 രൂപ വരെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇയാൾ മറുപടി കൊടുക്കുന്നത്. അത് കേട്ടിട്ട് മറ്റേ ആള് അത്ഭുതപ്പെട്ടു പോവുകയാണ് അല്ലെ? അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും. നമ്മളൊരു കുറച്ച് സമയത്തേക്ക് നമുക്ക് ലാഭം എന്ന് വിചാരിച്ച് നമ്മൾ ചെലവഴിക്കുന്ന ടൈം നമ്മുടെ ഏറ്റവും നല്ല ചില സമയങ്ങളെയും ചില സന്തോഷങ്ങളെയാണ് നമുക്ക് ഇല്ലാതാക്കുന്നത്. അപ്പൊ നമ്മൾ അത് കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരിക. നമ്മുടെ ടൈം മാനേജ് ചെയ്ത് നല്ലൊരു ജീവിതം ജീവിക്കുക. സന്തോഷം. എല്ലാവരും എന്റെ ഇത്രയും സമയം, അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റും കൂടി ഞാൻ നിങ്ങളെ ഇത് അപഹരിച്ചു. അതിന് സോറി പറയുന്നു. എല്ലാവർക്കും സന്തോഷം, നന്മകൾ. താങ്ക് യു മാം. ഇനി എന്താണ്? ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു.
നിങ്ങൾ ആ ടൈം മാനേജ്മെന്റ് പാലിച്ചുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ കൗണ്ടബിൾ സിസ്റ്റത്തിലാണ് ക്ലാസ് എടുത്തത്. നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് പോയിന്റ്സ് എണ്ണി പറയാൻ പറ്റും. നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്കും പറയാൻ പറ്റും. അത് വലിയൊരു ഉപകാരമായി. കാട് കയറി പോവാതെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ 10 മിനിറ്റ് അധികം എടുത്തതിൽ സോറി പറയേണ്ടതൊന്നുമില്ല. നിങ്ങൾ 10 മിനിറ്റിൽ അധികം എടുക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഇരുന്നത്. കുറച്ചുകൂടെ ഒക്കെ കേട്ടാൽ ഉപകാരം തന്നെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, ലതീഷ് സർ, വളരെ സന്തോഷം. ഓക്കെ, അർച്ചന മാം. യെസ് അനീസ മാം. ഓക്കെ, പറയൂ. അവിടെ ഒന്ന് സ്നേഹം കാണിക്കണ്ട, പറയൂ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നുണ്ടെങ്കിലും മറ്റൊരാൾ പറയുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി അതിലേക്ക് ഒന്ന് നോക്കുന്നത്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിലെന്താ ഇത്ര പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയല്ലേ ടൈമിങ്ങിന്. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യാതെ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പം മാം പറഞ്ഞ എല്ലാ കാര്യങ്ങളും. പ്രത്യേകിച്ച് പ്രൊക്രാസ്റ്റിനേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ എന്നല്ല, എവറി സെക്കൻഡ് എവറി മിനിറ്റ് നമ്മൾ ലൈഫിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് മാറ്റി വെക്കൽ. ഒരിക്കലും നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ കാര്യങ്ങൾ മുഴുവൻ പെൻഡിങ് ആയിരിക്കും. ഒന്നും കൂടി എത്തിച്ചു നോക്കിയാലോ, മിഞ്ഞാന്നത്തെ കാര്യം മുഴുവൻ പെൻഡിങ് ആയിരിക്കും. ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതില് ഏതെങ്കിലുമൊക്കെ നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ ശരിക്കും വളരെ ഒരു നല്ല ഐ ഓപ്പണർ ആയിരുന്നു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ക്ലാസ്. താങ്ക് യു മാം. താങ്ക് യു അർച്ചന മാം, സന്തോഷം. ശരിക്കും നമ്മള് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. നമ്മുടെ ടൈം നമ്മൾ കുറെ വേസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു മാം. നോക്കുമ്പോഴാണ് നമ്മുടെ ഒരു ടൈമിന്റെ വില അറിയാം അല്ലെ. ഇപ്പൊ അതെ. പറയാലോ, ഒരു ട്രെയിൻ മിസ് ആകുമ്പോഴേ നമുക്ക് ഒരു മിനിറ്റിന്റെ വില അറിയൂ, അങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ. അതെ അതെ. പിന്നെ അപ്പൊ ഇനി ആർക്കൊന്നും പറയാനില്ലെങ്കിൽ അനീസ മാം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. നല്ല ക്ലാസ് ആയിരുന്നു. അഷ്റഫ് ആണ്. നല്ല ക്ലാസ് ആയിരുന്നു മാം. ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ് നമ്മൾ നേരത്തെ പലപ്പോഴും ക്ലാസ് കേൾക്കാറുണ്ടെങ്കിലും ഒരുപാട് അറിയാത്ത കുറെ പോയിന്റ്സുകൾ, അതുപോലെ എങ്ങനെ ടൈം മാനേജ് ചെയ്യണമെന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. നല്ല അടിപൊളി ക്ലാസ്. ഓക്കെ, താങ്ക് യു. ചില ടോപ്പിക്കുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കണം. എത്ര കേട്ടാലും നമ്മൾ പിന്നെ അത് കേൾക്കും. അതെ അതെ, സജന മാം പറഞ്ഞ മാതിരി ഒരു ഓർമ്മപ്പെടുത്തലാണ്. വഴിതെറ്റി പോകുമ്പോ അല്ലേ, അവിടെ ഇവിടെ എന്ന് പറയാൻ ഒരാളുണ്ടാവണം എപ്പോഴും. അത് കാലടി തെറ്റുമ്പോൾ കൂടെ നടക്കാൻ ഒരാൾ വേണം അല്ലേ. അപ്പൊ എന്തായാലും ഇനി നമുക്ക് വൈൻഡപ്പല്ലേ സുജന മാം. ടൈം മാനേജ്മെന്റ് നമ്മൾ തെറ്റിക്കേണ്ടത്. അതിന്റെ പിന്നെ ആർക്കൊന്നും പറയാനില്ലാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ മാം, ഹാവ് എ ഗ്രേറ്റ് ഡേ. സന്തോഷം. എന്റെ ക്ലാസ് കേട്ടിരുന്നതിനും വീണ്ടും താങ്ക്സ് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എന്റെ നന്ദി. താങ്ക് യു.